ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ കിച്ചൺ ഷിഫാസ്. അപ്പോൾ ഇന്ന് വളരെ ഈസിയും അതുപോലെ ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് ബിരിയാണിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ബിരിയാണി തയ്യാറാക്കാം എന്ന ടിപ്സും ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചിക്കൻ മാരിനേഷനാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ബിരിയാണി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അന്ന് രാവിലെയോ അല്ലെങ്കിൽ തലേദിവസം രാത്രി ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രീസറിൽ, തലേദിവസമാണെങ്കിൽ ഫ്രീസറിൽ, അല്ല രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. എന്നിട്ട് ഫ്രൈ ചെയ്യുന്ന ഒരു 2 മണിക്കൂർ മുമ്പ് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് ആദ്യം ഉള്ളിയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതായത് ഒരു കുറച്ച് ബിരിയാണി ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഉള്ളി മാത്രമേ ഇടുന്നുള്ളൂ. ഇതിന് വേണ്ടി ഞാൻ ആകെ 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതായത് മീഡിയം സൈസിലുള്ള 3 ഉള്ളി ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഗാർണിഷിങ്ങും അതുപോലെ തന്നെ ബിരിയാണിക്കുള്ള റൈസിനും അതുപോലെ മസാലയ്ക്കും വേണ്ടി ഞാൻ ആകെ എടുത്തിട്ടുള്ളത് 3 ഉള്ളിയാണ്. 2 കപ്പ് റൈസ് ഉപയോഗിച്ചാണ് ഞാൻ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. ഇപ്പം നമ്മുടെ ഉള്ളി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണയെല്ലാം നല്ലതുപോലെ വാർന്നു വരുന്നതിനായിട്ട് നമുക്ക് ഇതുപോലെ സ്ട്രെയിനറിൽ ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി കൂടുതൽ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അല്പം പഞ്ചസാര ഇതിന് മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കാം. ഇനി ഒരല്പം കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിനൊരു പ്രത്യേക അളവൊന്നുമില്ല. ഇനി ചേർക്കാൻ പോകുന്നത് മുന്തിരിയാണ്. അത് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം നമുക്ക് ആദ്യമേ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ എണ്ണയിലിട്ടിട്ട് നമുക്ക് ചിക്കൻ പൊരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പണിയും കഴിഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ ഇതിന് വേണ്ടി വേറൊരു ഓയിൽ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അതും ഇതേ ഉള്ളിയുടെ കൂടെ തന്നെ ഞാനിങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഞാനിത് തലേ ദിവസം രാത്രി ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മളൊരു ഫ്രൈ ചെയ്യുന്നതിന് ഒരു 2 മണിക്കൂർ മുൻപ് പുറത്ത് വെച്ചു. എന്നിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇതിലേക്ക് വേണ്ട ഏകദേശം ഒരു 600 ഗ്രാം ചിക്കൻ, അതായത് 4 വലിയ പീസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കപ്പ് റൈസിലേക്ക് ഇത് ധാരാളമാണ്. ഇനി നമുക്ക് കൂടുതൽ ചിക്കൻ വേണമെങ്കിൽ 3/4 കിലോന് 1 കിലോ വരെയൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഫ്രൈ ആവുന്ന ടൈം കൊണ്ട് നമുക്ക് ഈ ബിരിയാണിക്ക് വേണ്ട റൈസ് തയ്യാറാക്കാം. അതായത് നമ്മളൊരു അരമണിക്കൂർ മുമ്പ് അരി വെള്ളത്തിലിട്ടിട്ട് നല്ലതുപോലെ വാഷ് ചെയ്ത് ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം വെള്ളം നല്ലതുപോലെ ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് റൈസ് ഒന്ന് വാർത്തെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഗീ ആണ് ചേർക്കുന്നത്. ഗീ ചൂടായി വരുമ്പോൾ 2 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ തന്നെ ഈ സ്റ്റാർ അതുകൂടെ ചേർത്തതിന് ശേഷം ഒരു ഉള്ളിയുടെ ഹാഫ് ആയാലും മതി. ഞാൻ ഒരു ഉള്ളിയുടെ ഹാഫ് അല്ലെങ്കിൽ ഒരു ചെറിയ ഉള്ളി അതാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 മീഡിയം സൈസിലുള്ള ഉള്ളി ഉപയോഗിച്ചാണ് ഞാൻ ഗ്രേവിയും റൈസും അതുപോലെ ഗാർണിഷിങ്ങിനും എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മൂത്ത് വരുന്നതിനായിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം ഒരു 2 മിനിറ്റ്. ഇതിലേക്ക് ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ റൈസ് ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കില്ല. അതുപോലെ നമ്മുടെ ബിരിയാണിക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ആയോ എന്ന് നോക്കാം. ഇത് എളുപ്പത്തിൽ നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. അതായത് ഒരു മണിക്കൂറിനുള്ളിൽ നമ്മുടെ ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഓരോന്നിൻ്റെ ടൈം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുക എന്നതൊരു ഹെവി വർക്കായിട്ട് തോന്നും. വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഹാർഡായിട്ടൊന്നും ഇളക്കി കൊടുക്കരുത്. ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് 2 കപ്പ് റൈസിന് 4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ല തിളച്ച വെള്ളം തന്നെയാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ റൈസാണ് ആദ്യം ചേർക്കുന്നതെങ്കിൽ എപ്പോഴും വെള്ളം ആഡ് ചെയ്യുമ്പോൾ നല്ല ചൂടുള്ള വെള്ളം തന്നെ നിങ്ങൾ ആഡ് ചെയ്യണം.
ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് 8 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 80% ഇതൊന്ന് വേവായി കിട്ടിയാൽ മതി. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ഉപയോഗിച്ച് കൊണ്ടാണ് ഞാൻ ഈ ബിരിയാണി ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അങ്ങനെ ബിരിയാണി തയ്യാറാക്കുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. ഏകദേശം ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഉപയോഗിക്കാം. ഇതിലേക്ക് ബാക്കിയുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മസാല തയ്യാറാക്കുമ്പോൾ ഈ ഉള്ളിയെല്ലാം ഇങ്ങനെ വിട്ട് കിടക്കും, ജോയിൻ്റ് ആയി വരില്ല. ഈ സമയത്ത് നമുക്ക് റൈസ് ഒന്ന് നോക്കാം. അപ്പോൾ വെള്ളം ഏറെക്കുറെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ചെറിയ ക്യാരറ്റ് നമുക്കിതിലേക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഗ്രേറ്റ് അല്ല, ചെറിയ പീസസ് ആയിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്. നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഒരല്പം മല്ലിയില കൂടെ ചേർത്തതിന് ശേഷം നമ്മുടെ റൈസ് അടച്ച് വെച്ച് 30 മിനിറ്റ് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇതുപോലെ ഒരു